ഇനിയിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലനിർത്തിയിരിക്കുന്നു SFI. തുടർച്ചയായ 26-ാം വർഷമാണ് SFIയുടെ വിജയം. 5 ജനറൽ സീറ്റുകളും കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റും SFIക്ക് ലഭിച്ചു. വയനാട്, കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ UDSFിനും ലഭിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. ഇപ്പോൾ SFIയുടെ ആഹ്ലാദ പ്രകടനം അവിടെ നടക്കുന്നു. അതിൽ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. മിഥില, നമ്മൾ ഇന്ന് കണ്ടതാണ് സർവകലാശാല ആസ്ഥാനത്ത് വലിയ സംഘർഷം SFI UDSF പ്രവർത്തകർ തമ്മിൽ കണ്ടതാണ്. വലിയ ഏറ്റുമുട്ടലും പോലീസിന്റെ ലാത്തിപ്രയോഗവും എല്ലാം കണ്ടതാണ്. ആ ഘട്ടത്തിൽ SFI വിജയിക്കാൻ വേണ്ടി പല കളികളും കളിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു കേട്ടു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ SFI വീണ്ടും അവിടെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, അല്പസമയം മുമ്പാണ് ഈ ഒരു റിസൾട്ട് വന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ SFI നിലനിർത്തിയിരിക്കുന്നു. 5 ജനറൽ സീറ്റുകളിൽ SFI വിജയിച്ചു. മാത്രമല്ല കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റും SFIക്കാണ്. ഇതിൽ 2 ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ SFIക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് രണ്ടും UDSF പിടിച്ചെടുത്തു. UDSFിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ്. നേട്ടം എന്ന് പറയുമ്പോൾ തന്നെ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് ടോസിലൂടെയാണ് ഈ UDSFിന് ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡ് കടുത്ത മത്സരം നടന്ന ഒരു സ്ഥലമായിരുന്നു കാസർഗോഡ്. അവിടെ നടന്ന മത്സരത്തിൽ 1 വോട്ടിനാണ് UDSF ജയിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് SFIയുടെ ആഹ്ലാദ പ്രകടനമാണ്. UDSFിന്റെ ആഹ്ലാദ പ്രകടനവും നടക്കുന്നുണ്ട്. രാവിലെ മുതൽ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരു വിഭാഗങ്ങളും നടത്തി. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം, ഒരു അക്ഷരാർത്ഥത്തിൽ കലാപഭൂമിയായി തന്നെ യൂണിവേഴ്സിറ്റി ഇവിടെ മാറിയിട്ടുണ്ടായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ ഇവിടെ എത്തി പ്രവർത്തകരെ ശാന്തമാക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, തട്ടിക്കൊണ്ടുപോയി ബാലറ്റ് പേപ്പർ വലിച്ചെറിഞ്ഞു, അത്തരമുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനം SFI വിജയിച്ചിരിക്കുന്നു. 26 വർഷമായി, തുടർച്ചയായി 26-ാം വർഷവും SFI ഇവിടെ നിലനിർത്തിയിരിക്കും. പക്ഷേ 2 സീറ്റുകൾ, ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ വയനാടും കാസർഗോഡും UDSF പിടിച്ചെടുത്തു എന്നത് മറുവിഭാഗത്തിന് ഏറെ നേട്ടമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് SFIയുടെ ആഹ്ലാദ പ്രകടനമാണ്. തൊട്ടപ്പുറത്ത് UDSFിന്റെ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. പ്രജിൻ, മിഥില, നമുക്കറിയുന്നത് പോലെ അവിടെ ഈ സംഘർഷ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സന്നാഹം അവിടെ വേണം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പക്ഷേ സംഘർഷം ഉണ്ടായപ്പോൾ വേണ്ടത്ര പോലീസുകാർ ഉണ്ടായിരുന്നു എന്ന സംശയം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ വിജയാഹ്ലാദ പ്രകടനമാണ്. ഒരുപക്ഷെ മുഖാമുഖം എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അവിടെ പോലീസ് എത്രമാത്രം ജാഗരൂകരായി നിൽക്കുന്നുണ്ട്? മിഥില ബാലൻ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി വീണ്ടും അവിടെ തുടർച്ചയായ 26-ാം വർഷം വിജയം നേടിയ SFIയുടെ ആഹ്ലാദ പ്രകടനമാണ്. UDSFിന്റെ ആഹ്ലാദ പ്രകടനം അവിടെ നടക്കുന്നു എന്ന് പറയുന്നു. കാരണം 2 ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ, ഒന്ന് വയനാട്, മറ്റൊന്ന് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ UDSFിനാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിജയം ആ രീതിയിൽ അവർ ആഘോഷിക്കുന്നുമുണ്ട്. അതിന്റെ ആഹ്ലാദ പ്രകടനം മറുഭാഗത്തുണ്ട് എന്നാണ് മിഥില അവിടെ നിന്ന് നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ 2 പക്ഷക്കാരും 2 പ്രവർത്തകരും മുഖാമുഖം വരികയാണെങ്കിൽ വീണ്ടും പ്രകോപനം ഉണ്ടാകുമോ എന്നൊരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ പോലീസ് അവിടെ നേരത്തെ തന്നെ കൂടുതൽ ഫോഴ്സിനെ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മിഥില അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥില, UDSFിന്റെ പ്രകടനം മിഥിലയിലേക്ക് അല്പസമയത്തിനകം എത്താം. ദൃശ്യങ്ങളിൽ ഇപ്പോഴും പ്രേക്ഷകർ കാണുന്നത് SFI പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമാണ്. ഒപ്പം തന്നെ മറ്റു കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലനിർത്തിയിരിക്കുന്നു SFI. 26-ാം വർഷം, അതായത് ഒരു 1/4 നൂറ്റാണ്ട് കഴിയുന്നു SFIയുടെ തേരോട്ടം അവിടെ എന്ന് പറയാം. ഇത്തവണ SFIക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന അവകാശവാദവുമൊക്കെ മറുപക്ഷം, പ്രത്യേകിച്ചും UDSF ഉയർത്തിയിരുന്നു. വിജയിക്കാൻ വേണ്ടി തങ്ങളുടെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവിടെ ഉയർത്തിയിരുന്നു. അവിടുത്തെ പ്രതിനിധിയെ മാറ്റുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ SFI നിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചോടി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഫലം വന്നപ്പോൾ SFI അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലനിർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. യൂണിയൻ ചെയർപേഴ്സൺ നന്ദശ് ബാബു ആണ് യൂണിയൻ ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സൺ M ദിൽജിത്ത് ആണ്. ഒപ്പം ലേഡി വൈസ് ചെയർപേഴ്സൺ അൽന വിനോദ്,
ഇങ്ങനെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. UDSFന്റെ ആഹ്ലാദ പ്രകടനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റ് അത് UDSFന് ലഭിച്ചത് നറുക്കെടുപ്പിലൂടെ, ടോസിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ശക്തമായ മത്സരം ഇത്തവണ അതിലുണ്ടായിരുന്നു. മിഥില, ഇപ്പോൾ ഈ ഫലത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ആരാണ് ചെയർപേഴ്സൺ, ആരാണ് വൈസ് ചെയർപേഴ്സൺ എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നു. അറിയേണ്ടത് മറ്റൊരു കാര്യമാണ്, UDSFന്റെ ആഹ്ലാദ പ്രകടനവും മറുഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവർ മുഖാമുഖം വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അവിടെ ഫോഴ്സ് എത്രമാത്രം തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് പോലീസ്? പ്രതിസന്ധികളും പേമാരികളും തീമടയായി പെയ്തിട്ടും മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ എല്ലാ അംഗങ്ങൾക്കെതിരായിട്ടും ഒരതിപോലും പുറകോട്ട് പോകാതെ എല്ലാ ദിനക്കോട്ടകളെയും പ്രതിരോധിച്ചു. ഇല്ല, അവിടെ എനിക്ക് തോന്നുന്നു നല്ല ഉച്ചത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ട്. ഒരുപക്ഷെ മിഥിൽ അത് കേട്ട് കാണില്ല. മിഥിലേക്ക് എത്താം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് രണ്ട് പക്ഷക്കാരുടെയും ആഹ്ലാദ പ്രകടനമാണ്. SFI ഒരു ഭാഗത്ത്, മറുഭാഗത്ത് UDSFന്റെ പ്രവർത്തകരും അവിടെ മുദ്രാവാക്യം വിളികളുമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 26ാം കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലനിർത്തിയിരിക്കുന്നു. 5 ജനറൽ സീറ്റുകളിൽ SFI വിജയിച്ചിരിക്കുന്നു. യൂണിയൻ ചെയർപേഴ്സണായി നന്ദജ് ബാബു, വൈസ് ചെയർപേഴ്സൺ N ദിൽജിത്ത്, വൈസ് ചെയർപേഴ്സൺ ലേഡി അൽന വിനോദ്, അങ്ങനെ 5 പ്രധാനപ്പെട്ട സീറ്റുകൾ SFI നേടിയിരിക്കുന്നു. കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനവും SFI നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ UDSFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം എന്നത് 2 ജില്ലാ എക്സിക്യൂട്ടീവുകൾ അവർ പിടിച്ചെടുത്തിരിക്കുന്നു, വയനാടും കാസർഗോഡും. വയനാട് ടോസിലൂടെയാണ് ഈ ഒരു UDSFന് ഈ ഒരു സീറ്റ് ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഒരു സ്ഥലമായിരുന്നു കാസർഗോഡ്. ഒരു വോട്ടിനാണ് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് UDSF ഇപ്പോൾ നേടിയിട്ടുള്ളത്, SFIയിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഘർഷങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഉന്നയിച്ച ഒരു ആരോപണം എന്നത് MSFന്റെ UDSFന്റെ UUC തട്ടിക്കൊണ്ടുപോയി എന്ന ഒരു ഇതായിരുന്നു. MSF ഉന്നയിച്ച ഒരു ആരോപണം, SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ആരോപണം. ഇതായിരുന്നു ആദ്യം സംഘർഷത്തിലേക്ക്. മിഥില, അവിടെ വലിയ ഉച്ചത്തിൽ തന്നെ മൈക്കിൽ അനൗൺസ്മെന്റ് ഉണ്ട്. ഒരുപക്ഷെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് മിഥില അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ SFIക്ക് 26ാം തവണയും അവിടെ യൂണിവേഴ്സിറ്റിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത.